ഞാൻ ഉമ്മാക്കൊരു ഐഫോൺ വാങ്ങി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഉമ്മാക്ക് ഫോണൊന്നും നല്ലപോലെ യൂസ് ചെയ്യാൻ അറിയില്ല. ഇത്ര പൈസൻ്റെ ഫോൺ വാങ്ങി കഴിഞ്ഞാൽ ചീത്ത കേൾക്കും. അതുകൊണ്ട് കിടന്നിട്ട് ഇരുന്നിട്ടൊക്കെ ആലോചിച്ച് ഞാൻ എന്തായാലും വാങ്ങി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. രാവിലെ 7 മണിക്ക് ഷോപ്പിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. രാത്രി ഒരു 7 മണിയാകുമ്പോൾ ഡ്യൂട്ടി കഴിയും. ചില സമയങ്ങളിൽ നമ്മളെപ്പാരും ആരും പറയണത് കേൾക്കണം എന്ന് പറഞ്ഞത് സത്യമാണ്. എന്നോട് കുറേ പഠിച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൊന്ന് കെഞ്ചി പറഞ്ഞതാണ്. പക്ഷേ ഞാൻ അതൊന്നും കേട്ടില്ല. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇങ്ങോട്ട് കയറി വന്നത്. അന്ന് പഠിച്ചാൽ മതി എന്ന് ഇപ്പോൾ തോന്നുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ റൂമിൽ പോയപ്പോൾ റൂമത്തെ കാക്ക നല്ല മീൻ പൊരിച്ചതും ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കിട്ടിയില്ല. രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ നേരെ ടൗണിൽ ഇറങ്ങിയത്. രാവിലെ നിങ്ങളോട് പറഞ്ഞതല്ലേ ഫോൺ എടുക്കണമെന്ന്. എലിയാസാക്കാൻ്റെ അടുത്ത് നിന്നാണ് ഫോൺ ഇറക്കാൻ പോണത്. എൻ്റെ ഉമ്മാക്ക് ഈ ഫോൺ കൊടുക്കുമ്പോൾ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ എടുത്ത് എറിയിക്കാരം. പക്ഷേ എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ നെട്ടി നിൽക്കണേ. ഇത് ഞാൻ തന്നെ വാങ്ങി ഫോൺ വെച്ചിട്ട് ഞാൻ അങ്ങനെ രണ്ടടക്കം തന്നെ നോക്കി. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ സാധനം എന്തായാലും ഉമ്മാക്ക് കൊടുക്കും. ഫോൺ വാങ്ങലൊക്കെ കഴിഞ്ഞ ഒരു ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി ഉണ്ണിയപ്പം വിൽക്കുന്നത് കണ്ടിട്ടോ. വാങ്ങി കഴിച്ച് നോക്കിയപ്പോൾ നാട്ടിൽ അതേ ടേസ്റ്റ് ഉണ്ണിയപ്പം. ചാടികളൊക്കെ കഴിഞ്ഞാണ് ഞാൻ എന്ത് ചെയ്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കണ്ട് പോയി.